ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ.എസ്.യുവിനെ കാണേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. ആ യൂണിറ്റ് കമ്മിറ്റിക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് പിഡർ നിയമനവുമായിട്ട് അവർക്ക് റോളില്ല എന്നാണ് പറഞ്ഞത്. ടെക്നിക്കലി അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം. അതിനെ ഞാൻ നിരാകരിക്കുകയോ അദ്ദേഹം പറഞ്ഞ വാദഗതി തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ യൂണിറ്റ് കമ്മിറ്റിയിലെ വിദ്യാർത്ഥികളുടെ വൈകാരികതയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുന്നു. അത് മുഖ്യമന്ത്രി ആ തരത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി അല്പം കൂടി ജാഗ്രത ആ ഒരു വിഷയത്തിൽ പുലർത്തേണ്ടിയിരുന്നു. അതെൻ്റെ ഒരു അഭിപ്രായം, സംസ്ഥാന കെ.എസ്.യു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾക്ക് അപ്പോയിൻമെന്റ് കൊടുത്തുന്ന വിഷയമായിട്ട് കൂട്ടിക്കെട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഒരിക്കലുമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഹിന്ദു ഐക്യവേദിയെ കണ്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ചരടിൽ അതിനെ കോർത്തിണക്കേണ്ട കാര്യമില്ല എന്നതാണ് സംസ്ഥാന കെ.എസ്.യു കമ്മിറ്റിയുടെ അഭിപ്രായം. നിങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായി അധികാരത്തിലെത്തിയ സർക്കാരിന്റെ തലവൻ നിങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുന്നില്ല, പകരം ഹിന്ദു ഐക്യവേദി നേതാവിനെ കാണുന്നു. അതാണ് വിമർശന വിധേയമാകുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു രാത്രി ഇരുട്ടി വെളുത്തു എന്നതുകൊണ്ടൊന്നും ലോകാവസാനം സംഭവിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്. നിരന്തരമായി അദ്ദേഹത്തെ കാണാനുള്ള അവസരം കെ.എസ്.യുവിനുണ്ടാകും. തീർച്ചയായിട്ടും. കാരണം വി.ഡി. സതീശൻ എന്റെ കൂടി നേതാവാണ്. കോൺഗ്രസുകാരുടെ അല്ലെങ്കിൽ UDFന്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറുമ്പോൾ വന്ന മുഖ്യമന്ത്രി എൻ്റെ കൂടി നേതാവാണ് വി.ഡി. സതീശൻ. പിന്നെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ പലതരത്തിൽ ഇത് പറയുന്ന ആളുകൾ ആരാണ്? ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്, SFIയുടെയും DYFIയുടെയും ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ അധികാരത്തിലിരുന്ന പിണറായി വിജയൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ SFIക്കാർക്ക് ഒരു അവകാശം ലഭിച്ചിരുന്നോ? താങ്കളെ മുഖ്യമന്ത്രി താങ്കളെ അവഗണിച്ചതിൽ താങ്കളുടെ പ്രതികരണം? അലോഷ്യസ്, വളരെ ലളിതമായ ചോദ്യമാണ്. താങ്കളെ മുഖ്യമന്ത്രി അവഗണിച്ചതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? നൽകുന്ന സന്ദേശം എന്താണ്? ഞാൻ പറയുന്നതിന് നിങ്ങളൊന്ന് കേൾക്കാനുള്ളൊരു ക്ഷമ സ്വാഭാവികമായിട്ടും കേൾക്കുക. ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ ഒരു SFIക്കാരനോ DYFIക്കാരനോ ആ സർക്കാരിന് നേരെ എന്തെങ്കിലും വിരൽ ചൂണ്ടാനോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനോ ഇത് തിരുത്തണമെന്ന് പറയാനുള്ളൊരു ആർജവം കാണിച്ചിട്ടില്ല. ആ ആർജവം കാണിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്ന മുഖ്യമന്ത്രി അല്ലായിരുന്നു പിണറായി വിജയൻ. എന്നാൽ പിന്നെ ഞങ്ങൾ ശീലിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോഴും എല്ലാ കാലഘട്ടത്തും സ്വതന്ത്രമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് കെ.എസ്.യു എന്ന് പറയുന്നത്. കേരളത്തിൽ ഭരണത്തിലിരിക്കുമ്പോഴോ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴോ ഞങ്ങൾക്ക് 2 നിലപാടുകളില്ല. എന്നും വിദ്യാർത്ഥിപക്ഷ അവകാശങ്ങൾ ഏതെല്ലാം കാലഘട്ടത്തിൽ അതിന് ധ്വംസനങ്ങൾ ഉണ്ടാകുന്നു ആ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ളത്, ഭരിക്കുന്ന കൊടിയുടെ നിറം നോക്കാതെ നിലപാട് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് കെ.എസ്.യു എന്ന് പറയുന്നത്. അത് പറയാനുള്ള രാഷ്ട്രീയ വലുപ്പം എനിക്കില്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എൻ്റെ മര്യാദയെപ്പറ്റി ചോദ്യം ചെയ്യാനോ അതിനെപ്പറ്റി വിലയിരുത്താനോ അതിന് മറുപടി പറയാനോ വലുപ്പമുള്ള ഒരാളല്ല ഞാൻ. ഞാൻ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടാണ് ഈ മാധ്യമങ്ങൾ, കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾ എന്നെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതിന് ശേഷം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ പരിഭവങ്ങൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ നിലവിളികൾ അത് ഞങ്ങൾ ഈ സർക്കാരിൻ്റെ മുൻപിൽ ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട KPCCയുടെ നേതൃത്വം ഞാനുമായി സംസാരിച്ചിരുന്നു. കെ.എസ്.യുവിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാമെന്ന് പാർട്ടി നേതൃത്വം പറയുമ്പോൾ ഞാൻ പരസ്യമായി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ സർക്കാരിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇതിൻ്റെ പ്രവർത്തികളെ പറ്റിയോ ഞാൻ പറയുന്നത് ശരിയല്ല എന്നെൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പാർട്ടി എനിക്കൊരു അവസരം നൽകിയിട്ടുണ്ട് എൻ്റെ പ്രയാസങ്ങൾ, ഈ സംഘടനയുടെ പ്രയാസങ്ങൾ, വിഷമതകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടി നേതാക്കന്മാരുടെ മുൻപിൽ, KPCCയുടെ മുൻപിൽ, ഈ സർക്കാരിൻ്റെ മുൻപിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൽ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയോ KSUവിൻ്റെയോ മാത്രം മുഖ്യമന്ത്രിയല്ല. അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യാപൃതനായി മുന്നോട്ട് പോകണം. ഞാൻ ഈ പരിപാടിയിൽ ഞാൻ രാഷ്ട്രീയം കലർത്താനോ രാഷ്ട്രീയപരമായി ഒരു വാക്ക് പോലും സംസാരിക്കരുതെന്ന് കരുതി ഞാൻ വന്നിരുന്ന ഒരാളാണ്.
ഇത് പൊതുപരിപാടിയല്ല. തേവര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശന് ഈ ക്യാമ്പസിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് നൽകുന്ന സ്വീകരണമാണ്. ഞാൻ ഈ കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഇവിടെ നിന്ന് മുന്നോട്ട് പോയൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ കോളേജിന്റെ ഒരു ക്ഷണം സ്വീകരിച്ച് ഞാൻ ഈ പരിപാടിയിൽ വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക, സുസ്മേരവദനായി നിൽക്കുക എന്നത് ഞാൻ പഠിച്ച എൻ്റെ രാഷ്ട്രീയമാണ്. അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അല്ല, അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നതിന്റെ മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. എനിക്കറിയില്ലല്ലോ സ്വാഭാവികമായും. അല്ല, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ശൈലിയെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ വിമർശിക്കുകയോ ചെയ്യേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെ നിങ്ങൾ ആരും ധരിക്കേണ്ട കാര്യമില്ല. ഞാൻ UDF സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ KSUവും സർക്കാരും തമ്മിൽ പോരെ എന്ന് നിങ്ങൾ വലിയ ടാഗ് ലൈനുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഞങ്ങളുടെ നിലപാട് പറയാനും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ഈ പാർട്ടി ഞങ്ങൾക്ക് അവകാശം തരുന്നുണ്ടെന്നേ. ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണെന്നേ. നിങ്ങൾ KPCC നേതൃത്വത്തെ കാണും, ഇതുമായി ബന്ധപ്പെട്ട അതിർത്തി അറിയിക്കും. അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, KPCC നേതൃത്വവും ഞാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. നേരിട്ട് കണ്ട് എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് KSUവിന്റെ പ്രയാസം, പ്രശ്നം, സങ്കടം ഇതെല്ലാം കേൾക്കാൻ തയ്യാറാണെന്ന് എൻ്റെ പാർട്ടി നേതൃത്വം എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വിഷമതകൾ അല്ലെങ്കിൽ KSU പ്രവർത്തകർ നേരിടുന്ന വിഷമതകൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടി വേദിയിൽ ഞാൻ സംസാരിക്കും, പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ സംസാരിക്കും. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലേക്കുള്ള നിങ്ങൾക്കുള്ള ഒരു ടാഗ് ലൈനുകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടായിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനല്ലേ? ഞാൻ ഒരു വിദ്യാർത്ഥി നേതാവല്ലേ? KSUവിൻ്റെ സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ? ഞങ്ങൾ എൻ്റെ ബോധ്യത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, എൻ്റെ സംഘടനയുടെ മുൻകാലഘട്ടത്തിലുള്ള പ്രവർത്തന ശൈലി ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതല്ലേ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം വിമർശനങ്ങളാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ വിമർശനങ്ങളിൽ എൻ്റെ നേതാവ് വി ഡി സതീശനാണ്. ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണമെന്ന കാര്യത്തിൽ എൻ്റെ നേതാവ് വി ഡി സതീശനാണ്. അതിൽ എനിക്കൊരു അപമാനമോ അല്ലെങ്കിൽ എന്തൊരു കുറ്റബോധമോ ഇല്ല. എല്ലാ കാലഘട്ടത്തും സർക്കാരിൻ്റെ, ഞാൻ പറഞ്ഞു, ഇന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെല്ലാം പറഞ്ഞു, KSUവിനും മറ്റ് പോഷക സംഘടനകൾക്കെല്ലാം അവരുടെ വിമർശനങ്ങൾ പറയാം. അതിനൊരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനപ്പുറം മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചവിട്ടുപടികളെ അവഗണിക്കുന്നു എന്ന വികാരം തന്നെയല്ലേ അങ്ങേക്കുള്ളത്? മുഖ്യമന്ത്രി പദത്തിലേക്ക് വി ഡി സതീശൻ എത്തുന്നു. ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് ഉപയോഗിച്ച ചവിട്ടുപടികളെ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ വിമർശനം നടത്തിയത്. അല്ല, അത് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് ചോദിക്കും. ഞാൻ പറയേണ്ടത് ഈ സംഘടനയുടെ നിലപാടാണ്. പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തിരിച്ചാവർത്തിക്കുകയല്ലല്ലോ എൻ്റെ ഉത്തരവാദിത്വം. അപ്പം അതുകൊണ്ട് ഇതിന് യാതൊരു രീതിയിലേക്കുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മാനവും നിങ്ങൾ കൊടുക്കരുത് ദയവേത്. ഇതൊരു സ്വകാര്യ ചടങ്ങാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ള രാഷ്ട്രീയം, ഞാൻ പറയേണ്ട വേദി എന്ന് പറയുന്നത് എൻ്റെ പാർട്ടി വേദിയാണ്. അവിടെ ഞാൻ സംസാരിക്കും.